ഹലോ നമസ്കാരം, ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുമാരനാശൻ സ്മാരകത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ തോന്നയ്ക്ക് അടുത്തുള്ള ഒരു കുമാരനാശൻ സ്മാരകമുണ്ട്, ആ സ്മാരകത്തിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ 2 കൂട്ടുകാരും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ എടുക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാനാണെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഗവൺമെൻറ് ചാനലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, നമ്മുടെ പേഴ്സണൽ ചാനലാണ്, പബ്ലിക് ചാനലാണ്. അപ്പോൾ പറഞ്ഞു 500 രൂപ അടയ്ക്കണം, 500 രൂപ അടച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറഞ്ഞു 2 മണിക്കൂറത്തേക്ക്. അങ്ങനെ നമ്മളിത് 500 രൂപ പേയ്മെൻറ്റ് ചെയ്തു. 500 രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറുവശത്തായിട്ട് ഇത് മുമ്പ് ഫ്രണ്ടിൽ വെച്ചിരുന്ന ബോർഡാണ്. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. മഹാകവി കുമാരനാശൻ സ്മാരകം തോന്നയ്ക്കൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മധ്യഭാഗത്തൂടെയാണ് ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള നടപ്പാത ഒരുക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ 2 വശത്തും ചെടികളും മറ്റും നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കന്യക കിടക്കും പോലെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് നമ്മൾ. ഇതെന്തറിലാണ് ഉണ്ടാക്കിയെന്നറിയോ? സിമൻ്റാ. ഈ കാണുന്ന എന്താണെന്ന് അറിയാം. മുടിയാണല്ലേ? മുടിയല്ലേ? മുടിയാണ്. അപ്പം നമുക്ക് അതിലേ പോയി അതിലേ ഇങ്ങനെ വരാം. എന്താ വീണപ്പൂവാണ് ഈ കാണുന്ന മൊത്തവും. അപ്പോൾ ആശാസ്മാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ. കേട്ടാ മണിയണ്ട, ഒരുപാട് ഓർമ്മകളുണ്ട്. കുട്ടിക്കാലമൊക്കെ നമ്മൾ ഇതിലേ പോകുമ്പോൾ ഇവിടെ കയറി വലിയ വികസനം. കുട്ടിക്കാലം മാത്രമല്ല, എൻ്റെ പ്രണയം മൊത്തം ഇവിടെ ആയിരുന്നു. ഇവിടെ സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഇവിടെ ഇതേ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കും മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ്റെ ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. ഇത്രയും വളരെ മനോഹരമായൊരു ആശാൻ്റെ സ്മാരകത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഇത് കാവ്യശില്പ സമർപ്പണം, മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും. കുമാരനാശാൻ്റെ പൂർണ്ണമായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2021 ഫെബ്രുവരി 16-ാം തീയതി നിർവഹിച്ചു എന്നും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് മഹാകവി കുമാരനാശാൻ്റെ ജീവിതരേഖയെപ്പറ്റി തൊട്ടിപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം 1873 ഏപ്രിൽ 12-ാം തീയതി ജനിച്ചുവെന്നും പിതാവ് നാരായണൻ പെരുങ്കുടി, മാതാവ് കാളിയമ്മ, വിളിപ്പേര് കൊച്ചുപെണ്ണ്, വീട്ടുപേര് തൊമ്മൻ വിളാകം, ജന്മസ്ഥലം ചിറയൻകീഴ് താലൂക്കിൽ കൈക്കര. അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ കൃതികൾ, പ്രമുഖ കൃതികളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൗന്ദര്യലഹരി വിവർത്തനം, നീനാജനന്ദ വിലാസം, അങ്ങനെ വീണപ്പൂ, ഒരു സിംഹപ്രസവം, രാജയോഗം, നളിനി, ലീല, അങ്ങനെ തുടങ്ങിയ കൃതികളെല്ലാം അതിൻ്റെയൊക്കെ വർഷങ്ങൾ, അതൊക്കെ എന്നാണ് എഴുതിയെന്നുള്ള മറ്റ് വിവരങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒക്കെ ഒന്ന് സൂം ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ആശാൻ സ്മാരകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഉള്ള വിശദമായ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തോന്നയ്ക്കൽ ആശാൻ ഭവനം ഉൾപ്പെടുന്ന 79 സെൻറ്റ് ഭൂമി ആശാൻ്റെ മകൻ കെ പ്രഭാകരൻ കേരള സർക്കാരിന് നൽകിയതാണ്. 1958 നവംബർ 7 ആശാൻ സ്മാരകത്തിൻ്റെ ശിലാസ്ഥാപനം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി. 1966 ജൂലൈ 24 ആശാൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ അതിനെപ്പറ്റിയുള്ള മറ്റ് വിശദാംശം കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്മാരകത്തിൻ്റെ തൊട്ടുപിറകിലായി സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും എന്നും ഒരു സൈഡിൽ പിറകുവശത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മറുവശത്തും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. മാറ്റുവൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റു മതുകളി, നിങ്ങളെത്താൻ മാറ്റൊലിക്കൊണ്ട് മൊഴി തന്നെ സർവ്വതാ, കാറ്റിരുമ്പം നിന്നു കേരളത്തിൽ എന്നും മറ്റും. അതിൻ്റെ 4 ചുവരിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പോയി വായിക്കുകയാണ്.
അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പഴയകാല ആശാൻ്റെ കൃതികളെയും അതിൻ്റെ ഓർമ്മകളെയും ഒക്കെ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ അവിടെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കടന്ന് ഇതുവഴിയാണ് നമ്മളിങ്ങനെ ഇവിടെ വരെ എത്തിയത്. ഇവിടെ എല്ലാം പുൽത്തവിട് കൊണ്ട് മേഞ്ഞ് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പണ്ടത്തേക്കാൾ നല്ല മനോഹരമായിട്ടുണ്ട്. വളരെ ശാന്തമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവെ ആൾ കുറവാണ്. കാരണം നല്ല നട്ടുവെച്ച സമയത്താണ് നമ്മൾ വന്നത്. 1 മണി ആയതേ ഉള്ളൂ സമയം. ഒരു ഒട്ടുമിക്ക ജീവിതരേഖകളും ഇതിൻ്റെ ഈ ഇതെല്ലാം ചെയ്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ മക്കളുടെ പേര്. അപ്പോൾ ഇത് 79 സെൻറ്റ് ഭൂമി ഇതിനകത്ത് ആശാൻ്റെ മോനാണ് കേരള സർക്കാരിന് കൊടുത്തതെന്നും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ആശാൻ ഉപയോഗിച്ച കട്ടിലും മറ്റൊക്കെ ആ ഭാഗത്താണ്. ഞാൻ മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കിത് അറിയാം. അപ്പോൾ ആ ഭാഗത്താണ്. പക്ഷേ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റിലും ഒരു ഇത് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഒന്ന് പോയി കാണാം. ആ ഭാഗത്താണ്. അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെരുപ്പുകളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ. ചെരുപ്പ് അകത്തോട്ട് പ്രവേശിക്കാൻ പാടില്ല. അതുപോലെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു തുളസിത്തറ കാണാം. ഫ്രണ്ടിലായിട്ട് തുളസിത്തറ കാണാം. ഒരു കിണറുണ്ട്. ഈ കിണറെന്ന് പറയുന്നത് മഹാകവി കുമാരനാശാൻ ഉപയോഗിച്ചിരുന്ന കിണറാണ്. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആശാൻ ഉപയോഗിച്ചിരുന്ന കിണറാണ് ഈ കാണുന്നത്. അത് മൂടിയിട്ടിട്ടുണ്ട്. ആശാൻ ഉപയോഗിച്ച കയറ് അന്നത്തെ കയറായിരിക്കും? അല്ലല്ലേ? ആയിരിക്കും. ഇതാണ് ആശാൻ്റെ റൂം. ആശാൻ ഉപയോഗിച്ചിരുന്ന മേശയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല തണുപ്പും പ്രത്യേകിച്ച് ഈ ചുറ്റിനുള്ള ഈ മരങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇവിടെ വന്ന് അതിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ് കിട്ടുന്നത്. മനസ്സിന് നല്ല എത്ര വേദനയുള്ള മനസ്സാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ആശ്വാസം കിട്ടും. വിൻഡോയൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇതിനകത്താണ് ആശാൻ്റെ മേശയും കട്ടില മറ്റുമൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വശങ്ങളിലായിട്ട് കറിവേപ്പ്, പുതിന, തുളസി, കറുത്തോട്ടി, നാഗലിംഗ്, ആറ്റുവഞ്ചി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ അതിൻ്റെ പേരുകളും മറ്റും ആ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. തീപ്പല്ലി, ഒരുപാട് ചെടികളും മറ്റും വൃക്ഷത്തൈകളെല്ലാം വെച്ചിട്ടുണ്ട്. ഔഷധ വൃക്ഷത്തൈകൾ. അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ വശത്തായിട്ട് ഇതേ കണ്ടില്ലേ, ഇതേപോലെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലാവ് ആശാൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാവണം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഭംഗിയായിട്ട് അതിൻ്റെ ചോട്ടിൽ മണ്ണൊന്നും പോകാതെ വൃത്തിയാക്കി കെട്ടി വെച്ചേക്കുന്നത്. ഈ ദന്തപാലയുടെ അറിയാലോ, ഇതാണ് തലയിലെ ഈ ഇത് വരുന്നത്. താരത്തിന് ഏറ്റവും പറ്റിയ ഒരു മരുന്നാണ് ദന്തപാല. അതിന്റെ ഇതളില് പോലും കറയുണ്ടാവുന്ന വെള്ളക്കറ. ഇത് വാങ്ങിച്ച് എണ്ണയിൽ 7 ദിവസം സൂര്യപ്രകാശം കൊള്ളിച്ചു കഴിഞ്ഞാൽ തേക്കുന്നതാണ് കാഞ്ഞിരം. ഓരോ നക്ഷത്രക്കാർക്ക് പറ്റിയ അശ്വതി നക്ഷത്രത്തിന് പറ്റിയാണ് കാഞ്ഞിരം. അശ്വതി നക്ഷത്രക്കാർക്ക് എന്താ പറ്റി? കാഞ്ഞിരം. കാഞ്ഞിരം. ഞാൻ അശ്വതി നക്ഷത്രക്കാരനാണ്. നക്ഷത്രക്കാർക്ക് കാഞ്ഞിരമാണ് നാളുകൾക്കുള്ള മേഖലയാണ് കാഞ്ഞിരം. അപ്പോൾ ആശാൻ സ്മാരകത്തിൻ്റെ ആ കുടിലിൻ്റെ തൊട്ടുപിറകിലാണ് നമ്മളിപ്പോൾ. ഇതിനകത്തോട്ട് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാര്യം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നോക്കി കാണാനേ ഇതൊക്കെ കഴിയുള്ളൂ. അപ്പോൾ പഴയ ചാണകമൊക്കെ, ഇത് ചാണകമിട്ട് മെഴുകിയ തറയല്ലേ? പഴയ ചാണകമിട്ട് മെഴുകിയ തറയാണിത്. ഓലപ്പുര പോലെയൊക്കെ മേയും. അതെ, ചാണകം മെഴുകി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സുഖമാണല്ലേ?
ഒരു പായക്കെട്ട് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് സുഖം കിട്ടും. ഇതേ പഴയ കാലത്ത് ഒരു അമ്മിക്കല്ല് അവിടെ കാണാം. അതേപോലെ തന്നെ ആ വീടിൻ്റെ മറ്റേ പഞ്ചായത്തിൻ്റെ ആ ഒരു ഇതവിടെ അടിച്ചിരിക്കുന്നുണ്ട്, ആ ഡോർ വാതിൻ്റെ മുകളിൽ. ആ അല്ലേ, വീട്ടു നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നതാണ്. നല്ലൊരു ചെമ്പകം, വെള്ള ചെമ്പകം. അതൊക്കെ ജീവനുണ്ടല്ലേ? ഓരോ ജീവനാണ്. ഇവിടെ കാണാം ആ പഴയകാല അമ്മിക്കല്ല്. അതിലേക്ക് ഇറങ്ങി ഇതിലേ ഇങ്ങനെ ഒന്ന് വീണ്ടും നമ്മൾ ആ കിണറിൻ്റെ മുൻവശത്തെത്തി. മുൻവശത്താണ് എനിക്ക് തോന്നുന്നത് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഏതാണ് വലിയ മരം നിൽക്കില്ലേ, കാവുകളിലും പറമ്പുകളിലൊക്കെ വലിയ മരങ്ങളൊക്കെ. ഇതാണ് ആനയ്ക്ക് കൊടുക്കുന്ന പട്ട. പട്ട, ആനപ്പട്ട എന്ന് പറയും. ഉരട്ടി എന്നാണ് യഥാർത്ഥ പേര്. അവിടെ 1-2 പേരൊക്കെ പുസ്തകങ്ങളും മറ്റൊക്കെ വായിക്കുന്നുണ്ട്. അല്ല, അതിനകത്ത് ആശാൻ്റെ ബുക്കുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് കയറാം. പക്ഷേ അതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കുക, അത് മാത്രം എടുക്കരുതെന്ന് പറഞ്ഞു. ആശാൻ്റെ കൈയെഴുത്ത് കാര്യങ്ങൾ, കൈപ്പടയൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാനേ പറ്റുള്ളൂ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കരുത്, അതിൻ്റെ മാത്രം വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇത് അവിടെ ഒരു ബോർഡ് കാണാം. നമ്മൾ ഇപ്പോഴാണ് അതിൻ്റെ അറിവ് മനസ്സിലായത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ മഹാകവി കുമാരനാശാൻ്റെ അതിഥിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗുരുവിനെ അതിഥിയായി വിളിച്ച് ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. ആ വിവരമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആശാൻ്റെ മ്യൂസിയമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആശാൻ്റെ കൈപ്പടയിലുള്ള പുസ്തകങ്ങളും മറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. ഇല്ല വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി അത് കണ്ടിട്ട് വരാം. അതുവരേക്കും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ആശാൻ്റെ കൈപ്പടയിലുള്ള പുസ്തകങ്ങളും മറ്റ് വിവരങ്ങളൊക്കെ ഉള്ള അവിടെ നിന്ന് നമ്മളതെല്ലാം കണ്ടിറങ്ങി. അതിനകത്ത് റോയൽസ് രാജകുമാരനോ മറ്റോ കൊടുത്തിട്ടുള്ള പട്ടും വളയും സമാനമായിട്ട് കിട്ടിയതും ഒക്കെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ആശാൻ്റെ പിന്നെ കുറേ ചിത്രങ്ങൾ, ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ചിത്രങ്ങൾ, അത് മറ്റും അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി ആ സൈഡ് വഴി ഇറങ്ങി നമുക്ക് അതിലേക്ക് കൂടെ തന്നെ നമുക്ക് തിരിച്ച് വന്ന വഴി പോവാം. എന്തേ എവിടെ പനിനീർ ജാമ്പയ്ക്ക ഇത് മൊത്തത്തിൽ തന്നെ ഒറ്റ മരം നല്ല താമസം. അവിടെ അതിനകത്തൊരു ഓഫീസ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മേൽനോട്ടൊക്കെ വഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവിടെ 2 ഓഫീസൊക്കെ ഉണ്ട്. ഇതിനകത്ത് വീഡിയോ എടുക്കാമല്ലോ, കുഴപ്പമില്ല. ഇതിനകത്ത് വീഡിയോ എടുക്കും. ഇവിടെ ആശാൻ്റെ കുറേ പുസ്തകങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉത്തരായണം, വാദിസുദേവം, കാടുകളിലേക്ക് കവിതകൾ, കാലത്തിൻ്റെ കാൽപ്പാടുകൾ, ഒത്തിരി പുസ്തകങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞങ്ങളിപ്പോൾ വന്നത്. ഇതിനകത്തോട്ട് നമുക്ക് പ്രവേശിക്കുക. ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അലോഡുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ചുവർ ചിത്രങ്ങളാണ് ഇതിനകത്ത്. ചിത്രങ്ങളിൽ ഒരു കഥയുണ്ട്. ഈ സ്റ്റോറി അറിയാമോ? ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി അറിയാമോ? നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇപ്പുറത്ത് ഇതുപോലെ ആശാൻ്റെ പുസ്തകങ്ങൾ തന്നെയാണ്. പക്ഷേ കണ്ണാടി ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കാണ്. കണ്ണാടി ബോക്സിനകത്താണ് സൂക്ഷിച്ച് വെച്ചത്. ഇപ്പുറത്തും ഇതേപോലെ ആശാൻ്റെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചുവർ ചിത്രത്തിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറി അറിയാം എന്താണെന്ന് മനസ്സിലായില്ല? അവരുടെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു. അതായത്
ഒരു സിംഹപ്രസവം എന്ന കവിതയുടെ ആമുഖമാണ് ഈ ഇതിൽ. അത് നളിനിയുടെ ഒരു സംഭവമാണ് ഇതായി കാണുന്നത്. ചിന്താവിഷ്ടയ സീതയാണ് ഈ ചിത്രം. ഇത് എനിക്കറിയാവുന്നത് ഇതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ ചിത്രത്തിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ലീലയാണ് ഈ കാണുന്നത്. അതുപോലെ ഈ കുട്ടിയും തള്ളയും എന്നൊരു കവിതയുടെ ചിത്രമാണ് ഈ കാണുന്നത്. വീണപ്പൂ ഇതാണ് നമ്മുടെ ആശാനെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നത് വീണപ്പൂ തന്നെയായിരിക്കാം. വീണപ്പൂവാണ് എൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ദുരവസ്ഥ, ശരിക്കും ഒരു ദുരവസ്ഥ തന്നെ. ദുരവസ്ഥ അതാണ് ഈ ചിത്രം. കർഷകൻ്റെ കരച്ചിൽ, ചണ്ടാലഭിക്ഷി, പൂക്കാലം, കരുണയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഞാൻ ആശാൻ്റെ കവിതകളുടെ പല ചിത്രങ്ങളാണ് ചിത്രങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കൂടെ ഇന്ന് ഫോട്ടോ എടുക്കുക. ചിന്താവിഷ്ടയുടെ സീതയുടെ പറയുകയായിരുന്നു കേട്ടത്. എനിക്ക് ദുരവസ്ഥയുടെ മുമ്പിൽ നിന്ന് എടുത്താൽ മതി. എൻ്റെ അവസ്ഥ ഓർത്തിട്ട് എന്നാ ക്യാമറ ഒന്ന് പിടിച്ചു. ക്യാമറ ഇങ്ങനെ കാണും. ഇവർ കഴിഞ്ഞില്ല ഫോട്ടോ എടുക്കുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഇവർ ആ ഭാഗത്തോട്ട് പോകാൻ പോവുകയാണ്. അവിടെ ഒത്തിരി തവണ ഞാൻ വന്നിരുന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു. ആ ആളിപ്പോൾ എന്നോടൊപ്പം ഇല്ല. ഇന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ആളിനെ ഞാനിവിടെ കൊണ്ടുവന്നേനെ. പക്ഷെ ഇന്നിപ്പോൾ ആ ആളെന്നോടൊപ്പം ഇല്ല. ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ സ്തൂപം, ആ ഒരു കുടയും പണ്ടത്തെ ആ ഒരു കുടയുടെ മോഡൽ ആ സ്തൂപത്തിൽ ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഉണ്ടാക്കിയത് മറ്റാരുമല്ല, കാനായി കുഞ്ഞിരാമനാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായത്. എന്തോ ഭംഗി. അത് കണ്ടില്ലേ? ഒറിജിനാലിറ്റി ആ വെള്ളം പോകുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു നമ്മാട്ടിയും അരിവാളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പുറത്തൊരു പൂവിൻ്റെ ഒരു ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. കാരണം ഒരുപാട് ഓർമ്മകളുണ്ട് മനസ്സിൽ. അത്രയ്ക്കും വേണ്ടിയുണ്ട്. അപ്പോൾ ലൈഫെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്നതൊന്നുമില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒഴുകുന്നതിനനുസരിച്ച് നമ്മൾ പിറകിലുള്ള മനോഹരമായ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളാവട്ടെ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളാവട്ടെ, നമ്മൾ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളാവട്ടെ, നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഓർത്തെടുക്കും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഈ ആശാൻ സ്മാരകം. എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത് ഒരു 7 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഏകദേശം. എപ്പോഴും എനിക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കൂടെ അതുകൊണ്ട് ഞാനിവിടെ വരികയൊക്കെ ചെയ്യും. നാട്ടിലുള്ളപ്പോഴായിരുന്നാലും പുറത്ത് പോകുമ്പോൾ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരുന്നതാണ്. ഈ സ്ഥലത്തൊക്കെ ഈ കാണുന്ന ഈ സ്ഥലത്തൊക്കെ അവർ എൻ്റെ ഹൃദയവുമായി അടുപ്പമുള്ളൊരു സ്ഥലമാണിത്. അത്രയ്ക്ക് ആശാൻ സ്മാരകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എനിക്ക് ഈ സ്ഥലം. ഇവിടെ വന്നിരുന്നാൽ മനസ്സിന് ഇപ്പം ശാന്തത കിട്ടും. നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർക്കാം. പഴയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക, അത്ര തന്നെ. ഇപ്പം മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. വേറെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഈ ആശാൻ സ്മാരകത്തിൽ. ഇത്രയൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പോൾ ഈ ആശാൻ സ്മാരകത്തിൽ നമുക്ക് ഇത്രയും സമയം നമുക്ക് വീഡിയോ എടുക്കാൻ അനുവദിച്ചതിലും, നമ്മൾ ക്യാഷ് അടച്ചത് എങ്കിൽ പോലും നമ്മൾ വീഡിയോ എടുക്കാൻ അനുവദിച്ചതിന് അവരോട് നമുക്ക് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ചാനലിൻ്റെ പേരിൽ. ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞ ആരുണ്ട്? നീ ആദ്യമായിട്ടാണ്? രണ്ടുപേരും ആദ്യമായിട്ട്. അപ്പോൾ ഇനി വരുമ്പം വീട്ടിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവരണം. കുട്ടികളെ കൊണ്ടുവന്ന് ഇത് കാണിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ മോളെ ഇപ്പം 2 ആഴ്ചയ്ക്ക് ഇവിടെയാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത്.
അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇതിന്റെ വില അറിയത്തില്ല. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിലാണല്ലേ നമുക്ക് ഇത്ര അടുത്ത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ആണ്ട് പണ്ടെങ്ങനെ വന്നെങ്കിലല്ല ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കാനൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഫീസൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ വീണ പോവാണെങ്കിൽ കുമാരനാശാൻ്റെ കാവ്യശില്പമേ, ആ കാവ്യശില്പമാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാനായി കുഞ്ഞിരാമനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കുമാരനാശാൻ്റെ അപ്പോൾ ഒരുപാട് എൻ്റെ ഓർമ്മകളൊക്കെ മനസ്സിൽ ഓടിയെത്തിയ ഈ മനോഹരമായൊരു ആശാൻ സ്മാരകത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് പ്രത്യേകിച്ച് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരോടൊപ്പം വന്നപ്പോൾ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആശാൻ സ്മാരകത്തിൻ്റെ മുമ്പിൽ നിന്ന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.